ഹായ് ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സ്, വെൽക്കം ടു റിയാസ് ഫൺ വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായൊരു തൈര് കറിയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ദൂരയാത്രയൊക്കെ കഴിഞ്ഞ് വളരെ ടയേർഡായി വീട്ടിലെത്തുന്ന അവസരത്തിൽ വീട്ടിൽ അധികം പച്ചക്കറികളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ പെട്ടെന്ന് ഉള്ളിയും തൈരും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 6-7 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു പകുതി തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തത്, 6-7 പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തത്, കുറച്ച് കറിവേപ്പില, 3 വറ്റൽമുളക്, കുറച്ച് കടുക്, 1.5 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 1 കപ്പ് തൈര്. തൈര് നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഉപയോഗിക്കുന്നത്. അത് നല്ല കട്ട തൈരായതുകൊണ്ട് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഞാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക്, കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഈ വറ്റൽമുളക് ചേർക്കാം. പിന്നെ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. ഈ വെളുത്തുള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. സവാള ഉപ്പ് ചേർത്ത് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് വഴറ്റുന്ന കിട്ടും. ഇനി നമുക്ക് നേരത്തെ അടിച്ചു വച്ചിട്ടുള്ള പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയെല്ലാം ഉള്ളിയിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം. ഇനി കറിവേപ്പില, അതിനുശേഷം എടുത്തു വച്ചിട്ടുള്ള ഈ ഒരു ബൗൾ തൈര് ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തൈര് ചേർക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. ഇപ്പോൾ നമ്മുടെ തൈര് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം.